ഓടിപ്പോകുന്നതല്ല, കിട്ടുന്നൊക്കെ പെറുക്കി ഞങ്ങൾ പോന്നു. ഞങ്ങളുടെ റേസിംഗ് സെൻറ്റർ റൂർക്കിയായിരുന്നു UP-യിൽ. അവിടേക്ക് വന്നു. അന്ന് അവിടുത്തെ ട്രെയിൻ ഒക്കെ കയറി ഒരു 10 ദിവസമൊക്കെ എടുത്തു. അവിടുന്ന് എവിടേക്കാ പോണേന്ന് ഡ്രൈവർക്ക് പോലും അറിയില്ല. അമ്മ മരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇവിടെ കോണാർക്ക് ഭുവനേശ്വറിലായിരുന്നു. മടങ്ങി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. എനിക്ക് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ താജ്മഹലൊന്നുമല്ല, ഈ എല്ലോറ ക്ഷേത്രമാണ്. താജ്മഹലൊക്കെ പണിയാൻ പറ്റും, റിസോഴ്സസ് വേണം. ഇതെങ്ങനെ പണിയാം? അതിലെവിടെങ്കിലും കുത്തുന്നതിൽ ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ വഴിയില്ല എല്ലാ കാലത്തും. സോ ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ലോ എക്സിസ്റ്റിംഗ് അറ്റ് എ ടൈം ആൻഡ് ദി ആക്ച്വൽ ഫെസിലിറ്റി അവൈലബിൾ ടു ദി പീപ്പിൾ. അതിനെയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്, ആ ഗ്യാപ്പിനെ. സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ഒരു ഗ്രനേഡിൻ്റെ ഇത് എനിക്ക് കിട്ടിയിരുന്നു ഇവിടുന്ന്. ശരി, അത് അന്നത്തെ കൊല്ലത്തിൻ്റെ മാർക്കൊക്കെ ഉണ്ട്. ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. അത് ചെയ്ത് മാറി പുതിയ ആയുധം മേടിക്കണം. വെപ്പൺ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അവരാണ് അതിന് ഈ യുദ്ധങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എഴുതുന്ന ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എല്ലാം എഴുതാറ്. ഒരു കഥ പറയലായിട്ടല്ല, കാര്യം പറയലാണ്. ഏതെങ്കിലും ഒരു ഐഡിയ. ഭർതൃഹരിയുടെ മൂധാരോ മത്സരഗ്രസ്ത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ബുദ്ധിയുള്ളവർ തമ്മിൽ മത്സരിക്കുന്ന ഒഴുകിപ്പോകുന്നു, അറിവുള്ളവർ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഗതി എന്താണ്? തീവണ്ടി എന്ന് പറയുന്നൊരു വാഹനം, സാറിൻ്റെ എഴുത്തുകളിൽ മുഴുവനും തീവണ്ടി ഒരു പ്രതീകമായിട്ടോ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒന്നുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ പ്രതീകമായിട്ട് വേണമെങ്കിലും നമുക്ക് തീവണ്ടി എന്ന് പറയുന്നൊരു വാഹനത്തിനെ കാണാൻ പറ്റും. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യ മുഴുവനും തീവണ്ടികളിൽ യാത്ര ചെയ്തിട്ടുള്ള, അതിലത്തെ മനുഷ്യരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. തീവണ്ടി എന്ന് പറയുന്നൊരു വാഹനത്തിനെ എങ്ങനെയാണ് കാണുന്നത്? തീവണ്ടി വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വലിയ ഫാക്ടറായിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന അവരുടെ ഭരണത്തിൻ്റെ ആവശ്യത്തിന് ട്രൂപ്സ് മൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അത് തിരിച്ച് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ മുഴുവൻ ഇന്ത്യയിലും കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, 2 സിസ്റ്റമാണ് ഉണ്ടായത്. ഒന്ന് തീവണ്ടിയും ഒന്ന് തപാലും, പോസ്റ്റൽ സിസ്റ്റം. രണ്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായിരുന്നു. പക്ഷെ രണ്ടും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇത്രയ്ക്കും വൈഡായിട്ടുള്ളൊരു റെയിൽവേ സിസ്റ്റം വളരെ അപൂർവമാണ് രാജ്യങ്ങളിൽ, ഇന്ത്യയിലുള്ള പോലെ. കണക്ടിവിറ്റി അല്ലേ? എനിക്ക് തോന്നില്ല ചൈനയിൽ പോലും ഇത്ര നല്ല റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ടെന്ന്. ഇന്ത്യയിലും വളരെ തുടങ്ങി ബോംബെയിൽ നിന്ന് പൂനെക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് വളരെ ഡെവലപ്പ് ചെയ്തപ്പോൾ മനുഷ്യരുടെ മൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വാഹനമായി അത്. റോഡുകൾ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ തീവണ്ടിയായി. ഞങ്ങളുടെയൊക്കെ ഞാൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായിരുന്ന ആളാണ്. ആദ്യത്തെ യാത്ര ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ട്രെയിനിൽ ഞാൻ ഇവിടുന്ന് ആലുവ കോളേജിലേക്ക്, ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവ കോളേജിലേക്ക് പോകും. അത് 52-54 പീരീഡിൽ. അന്ന് മദ്രാസിൽ നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് ഒരു
ഷൊർണൂരിൽ നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് ഒരു വണ്ടി ഇങ്ങനെ പോകും. അത് അതിൽ എറണാകുളം കൊച്ചിൻ ഹാർബർ, ഇപ്പോൾ കൊച്ചിൻ ഹാർബർ ടെർമിനസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിലായിരുന്നു. അതായത് അന്ന് ബസ് ഇവിടുന്ന് ബസ്സില്ലായിരുന്നു എറണാകുളത്തേക്ക്. 3-4 ബസ്സൊക്കെ കയറിപ്പോണം. തീവണ്ടി നമ്മൾ കയറിയിരുന്നു. എല്ലാവരുടെയും വാഹനമാണ്. സോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയതോ? ആദ്യം പോയത് ബോംബെക്ക് പോയത്. അന്ന് റിസർവേഷനൊന്നുമില്ല കാലത്ത്. നമ്മൾ കയറിയിരിക്കുക, ജനറൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അതിൽ കയറിയിരിക്കും. ഇവിടുന്ന് മദ്രാസിൽ പോകണം. മദ്രാസിലല്ല, ആർക്കോണത്ത് ഇറങ്ങും. ആർക്കോണത്തുനിന്ന് മദ്രാസ് ബോംബെക്ക് പോകുന്ന വണ്ടിയിൽ കയറണം. അത് പക്ഷെ ആ തീവണ്ടി വളരെ ഒരു നമ്മളെ ഉൾക്കൊള്ളാൻ നമുക്കും സാധിച്ചു, അതിനും നമ്മളെ ഉൾക്കൊള്ളാൻ സാധിച്ചു. അത് എനിക്ക് തോന്നുന്ന യൂണിഫൈയിങ്ങിൽ വലിയൊരു റോളാണ് അത് പ്ലേ ചെയ്തത്. അത് തീവണ്ടിക്കകത്തെ നമുക്ക് ഇപ്പോൾ പിന്നെ AC കമ്പാർട്ട്മെന്റും മറ്റേതൊക്കെ വന്നപ്പോൾ ക്ലാസ് ഫീൽ ചെയ്യും. അതല്ലാതെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലെ നമുക്ക് ക്ലാസ് ഫീൽ ചെയ്യാതെ ഭയങ്കര സ്വതന്ത്രമായിട്ടിരിക്കാം. ജനറലേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ സെക്കൻഡ് ക്ലാസ്സിൽ ഇന്റർ ക്ലാസ് എന്നുണ്ട്, പിന്നെ തേർഡ് ക്ലാസ്. ഇങ്ങനെ 3 ക്ലാസ് ആയിരുന്നു. തേർഡ് ക്ലാസ്സിൽ മുഴുവൻ ജനറലാണ്. മറ്റേലും റിസർവേഷനൊന്നുമില്ല. സ്ഥലം കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടല്ലേ ഗാന്ധി ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തത്. പണ്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തെ, സാറ് യാത്ര ചെയ്യുന്ന സമയത്തെ പുറത്തേക്ക് നോക്കിയിരിക്കാനാണോ ഇഷ്ടം, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിരുന്നോ ഇഷ്ടം? ബോത്ത് വേസ്. നമ്മൾ ആളുകളായിട്ട് സംസാരിക്കും. അതിനുള്ളിലൊരു സൊസൈറ്റി ഉണ്ടാവും. അതേസമയത്ത് പുറം ലോകം കൊണ്ടിട്ടിരിക്കും. ഈ ഇന്ത്യ എന്താണെന്ന് കാണുന്നത് ഈ കൂടെയല്ലേ. അതെ. പുറം മാറി മാറി വരുന്ന ഭൂമിയുള്ള വയൽ, പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ, പിന്നെ വേസ്റ്റ് ലാൻഡ് വരുന്നു. അത് കാരണം ഉള്ളിലും സൊസൈറ്റീസ് ഉണ്ട്. അതിൽ കുറച്ച് ആളുകൾ വരും, ഇറങ്ങും, അങ്ങനെയല്ലേ. തീവണ്ടി എനിക്ക് ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന മുഴുവനും അതിൽ കൂടെയാണ് എല്ലായിടത്തും. പിന്നെ ഗ്രാജുവലായിട്ട് റിസർവേഷൻ വരുന്നു. റിസർവേഷൻ കഴിഞ്ഞ് പിന്നെ ക്ലാസ്സസ് മാറുന്നു, എയർ കണ്ടീഷൻ വരുന്നു, രാജധാനി വരുന്നു, വന്ദേ ഭാരത് വരുന്നു. എന്താണ് ഇപ്പോഴത്തെ വന്ദേ ഭാരത് വന്ദേ തീവണ്ടി പോലത്തെ തപാൽ സർവീസ്. ഞാൻ അങ്ങേയറ്റം നൈഫയിൽ ജോലി ചെയ്യുന്നു. അവിടുന്ന് വീട്ടിലേക്ക് എഴുത്തെഴുതുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മളുടെ പോസ്റ്റൽ സർവീസ്. ഇന്നത്തെ പോലെ ആയിരുന്നു. ലെറ്റർ ഇട്ടു കിട്ടുമോ ഇല്ലയെന്ന് അങ്ങനെ സംശയമൊന്നുമില്ല, കിട്ടും. സമയം എന്തൊക്കെയാ എഴുതിയിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പോയ സ്ഥലത്തെ കുറിച്ച് എന്തൊക്കെയായിരുന്നു കത്തിന്റെ അകത്തെ ഉള്ളടക്കങ്ങൾ? തിരിച്ചു വരുന്നതും അതെടുത്ത് എഴുതും. പിന്നെ ആവശ്യപ്പെടും. ഇവർക്കും ചിലത് പറയണ്ടാവുമല്ലോ. ഇവിടേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ റെഗുലറായിട്ട് ഇവിടെ എൻ്റെ അമ്മയും സിസ്റ്റേഴ്സും താമസിച്ചിരുന്നു. അച്ഛൻ ജോലി ചെയ്തിരുന്നത് ബോംബെയിൽ. ബോംബെയിൽ നിന്ന് എ ക്ലാർക്ക് യുദ്ധകാലത്ത് ഈ ഓർഡിനൻസ് ഇതുപോലെ അന്ന് ഒരു മണി ഓർഡർ വരണം മാസം തോറും. ആ മണി ഓർഡർ കൃത്യമായിട്ട് വരും. പോസ്റ്റ്മാൻ അത് കൊണ്ടുവരും, എഴുത്തും കൊണ്ടുവരും. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർവീസായിരുന്നു പോസ്റ്റൽ സർവീസ് ത്രൂ ഔട്ട് ദി കൺട്രി. ഞാൻ എല്ലായിടത്തും യാത്ര ചെയ്ത് കണ്ടിട്ടുള്ളത് ഈ എന്തുകൊണ്ടോ അതിൽ മനുഷ്യർ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ റെയിൽവേ പോലെ തന്നെ സിസ്റ്റം. ഇപ്പോൾ പോസ്റ്റൽ സിസ്റ്റം മിക്കവാറും ഡെഡായ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. കത്തുകളില്ലല്ലോ. ഇത് സ്പീഡ് പോസ്റ്റ് മാത്രമായിട്ട് അവസാനിക്കുന്നു. മറ്റേ എഴുത്തിൽ കിട്ടൂല എന്നറിയില്ല.
ഈ പുസ്തകങ്ങളൊക്കെ വരുന്ന ബുക്ക് പോസ്റ്റുകൾ പോലും നിർത്തലാക്കിയില്ലേ ഇപ്പോൾ? ചാർജ് ചെയ്യാൻ തുടങ്ങി. കിട്ടുമോ സംശയം. ഇപ്പം ഞാൻ മോള് സ്റ്റേറ്റ്സിലായിരുന്നപ്പോൾ ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ അവിടെ ഒരു മാസം പോയി താമസിച്ചു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെയാണ് സിസ്റ്റം. ഈ ഇവിടുത്തെ കൊറിയർ സിസ്റ്റം ഇല്ല. ഓ, പ്രൈവറ്റ് പരിപാടി ഇല്ല. പക്ഷേ പോസ്റ്റൽ സർവീസ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ ട്രെയിനും അത് അവിടുത്തെ പ്രൈവറ്റ് ട്രെയിൻ റെയിൽവേ അല്ല, ഗവൺമെൻറ്റാണ്. അത് നഷ്ടത്തിലാണ് ഓടുന്നത്. പക്ഷേ റെയിൽവേ വളരെ കുറവാണ്. പോസ്റ്റൽ സർവീസ് അവിടുന്ന് അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ സാധനങ്ങളൊക്കെ അയച്ചത് ബൈ പോസ്റ്റാണ്. പോസ്റ്റ് ഓഫീസിലാണ് കൊടുക്കുന്നത് പാക്കറ്റ്. ഡെലിവേർഡ് ചെയ്യാണ്. അന്ന് ഇവിടെയും സ്ട്രോങ് ആയിരുന്നു. ഒരു വലിയ നഷ്ടമാണ് അത് വീക്കായി പോയത്. ഈ ആദ്യം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോകുമ്പോഴേ നാട് മിസ് ചെയ്യുകയാണോ ചെയ്തത്? പുതിയ നാടിലേക്ക് സ്വയം ചെന്ന് ചേരുകയാണോ ചെയ്തത്? ഞാൻ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. പുറത്തേക്ക് നോക്കുന്ന ആളായിരുന്നു. പുറത്തേക്ക് നോക്കി. ആദ്യം ഗുജറാത്തിൽ പോയി. ഗുജറാത്തിൽ ഏതാണ്ട് ഒരു കൊല്ലം. പിന്നെ അവിടുന്ന് വന്നു ഭീലായിരുന്നു. ഇന്നത്തെ ഛത്തീസ്ഗഡ്. ഭീലായ് പ്രോജക്റ്റ് ഛത്തീസ്ഗഡിലാണ്. അവിടെ പോയി ഒരു കൊല്ലം. പിന്നെയും ബോംബെയിൽ ഇടയ്ക്കിടയ്ക്ക് ബോംബെക്ക് വരും. കാരണം ബോംബെയിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ബ്രദറും ഉണ്ടായിരുന്നു. അച്ഛൻ പോന്നെങ്കിലും. അപ്പോൾ ബോംബെ എനിക്കൊരു നിങ്ങളുടെ കുടുംബത്തിനൊരു ഇടത്താവളമായിരുന്നു. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ പോകാൻ വരിക. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സ്ഥലത്തും. അങ്ങനെ ഒരു പ്രോബ്ലം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഞാൻ പോകാറ്. അപ്പോൾ വിഷമം ഉണ്ടാവും. ഭാഷ അറിയില്ല. അപ്പോൾ ആദ്യം ഗുജറാത്തിൽ പോയി ലാൻഡ് ചെയ്തപ്പോൾ ഭാഷയില്ല. ഹിന്ദിയും കുറേശ്ശൊക്കെ അറിയുള്ളൂ. പക്ഷേ ഈ അത് അവിടുത്തെ എല്ലാം വളരെ സുഖമാണ്. ഗുജറാത്ത് വളരെ നല്ല മനുഷ്യരാണ്. നമ്മൾ ആൾ വഴി ചോദിച്ചാൽ അത് കൂടെ വന്ന് നടി കാണിച്ചു തരും. നല്ല എല്ലായിടത്തും നല്ല മനുഷ്യർ തന്നെ. ആർക്കും ചീത്ത മനുഷ്യരൊന്നുമില്ല. അങ്ങേറ്റത്ത് ആസാമും നാഗാലാൻഡും. ആസാമിൽ കുറേ ഉണ്ടായിരുന്നു അല്ലേ? ആസാമിലായിരുന്നല്ലോ. നോർത്ത് ഈസ്റ്റിലായിരുന്നു കുറെ കൊല്ലം. ആസാമും അരുണാചൽ, നാഗാലാൻഡ്. ആർമിയിൽ 4 വർഷം ഉണ്ടായിരുന്നേ. അവിടുത്തെ ആ സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു ജോലി? എന്തായിരുന്നു ആർമിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ആർമിക്ക് മുമ്പ് ഞാൻ 2 കൊല്ലം ബോർഡർ റോഡ്സ് ഉണ്ടായിരുന്നു. അതും ഒരു സെമി മിലിറ്ററി സർവീസായിരുന്നു. മിലിറ്ററി പോലെ തന്നെ റാങ്കും യൂണിഫോമൊക്കെ ആയിട്ട്. അത് 2 കൊല്ലം. അതും കോൺട്രാക്ട്. പിന്നെ വന്നതിന് ശേഷം പിന്നെയാണ് ഞാൻ ആർമിയിലേക്ക് പോയത്. അപ്പോഴും അരുണാചലിൽ ബോർഡർ റോഡ്സ് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അപ്പോഴാണ് ചൈന അറ്റാക്ക് ചെയ്ത സമയത്തായിരുന്നു അത്. അവിടെ നിന്ന് പോകുന്നതിന് ഒരുമിച്ച് അല്ലേ? പോകുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. 62 എത്ര കൊല്ലായി? 40. എങ്ങനെയാണ് ഓർമ്മയിൽ നിൽക്കുന്നത് ഇപ്പോൾ? ആർമി അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ 4 കൊല്ലം. ആർമിയിൽ ചേർന്നതിന് ശേഷവും ഞാൻ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടേക്ക് തന്നെയായിരുന്നു, നൈഫയിലേക്ക്. പിന്നെ വന്നു ലക്നൌവിൽ വന്നു, പിന്നെ നാഗാലാൻഡിൽ വന്നു. ഈ അറ്റാക്കിന്റെ സമയത്ത് പോന്നു ഓടുന്നു. അല്ല, ആ സംഭവങ്ങൾ എങ്ങനെയാ ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കാം. ഓടി പോന്നു. എല്ലാം കിട്ടുന്നൊക്കെ പെറുക്കി ഞങ്ങൾ പോന്നു. ഓടി പോന്നു. ഞങ്ങളുടെ റേസിംഗ് സെൻറ്റർ റൂട്ട്കി ആയിരുന്നു UP-യിൽ. അവിടേക്ക് വന്നു. അന്ന് അവിടുത്തെ ട്രെയിൻ ഒക്കെ കയറി ഒരു 10 ദിവസമൊക്കെ എടുത്തു. അവിടുന്ന് എവിടേക്കാണ് പോണേന്ന് ഡ്രൈവർക്ക് പോലും അറിയില്ല.
അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയായിരുന്നു. ദിബ്രൂഗഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കയറി റൂക്കി എത്തുന്നവരെ ഇവിടെ വന്നു. എനിവേ നമുക്ക് രാജ്യത്ത് ഈ ആക്സെപ്റ്റ് കോപ്പറേഷൻ വളരെ എവിടെ ചെന്നാലും നമുക്ക് ഒരു റെസിസ്റ്റൻസ് അല്ല, സൗഹാർദ്ദമാണ് കാണുന്നത്. അപ്പോൾ നെയ്ഫ എന്ന് പറയുന്ന നെയ്ഫയാണ് അന്ന് അതിന് പേര്, ഇപ്പോഴത്തെ അരുണാചൽ. അവിടെ 4-5 ട്രൈബ്സ് ഉണ്ട്. കാമേങ്, സുബൻസരി, സിയാങ് ആൻഡ് മലോങ്, 4 ഡിവിഷൻസ്. ട്രൈബൽസൊക്കെ ജോലിയിലുണ്ടായിരുന്നു കുറച്ച് പേര്. ഇൻട്രാക്ഷൻ വളരെ സുഖമായിരുന്നു എവിടെയും. ചൈന ക്ലെയിം ചെയ്തിട്ടാണല്ലോ മുഴുവൻ. ചൈന ക്ലെയിം ചെയ്ത് ഇപ്പോഴും അവർ പറയുന്ന അവരുടെയാണെന്ന്. പിന്നെ ഞങ്ങൾ 2 ആഴ്ച അക്കാഡമിയിൽ നിന്ന് ഞാൻ ചൈനയിൽ പോയിണ്ടായി, സാഹിത്യ അക്കാഡമിയിൽ. 2 ആഴ്ചത്തെ ഇവിടുത്തെ ഒരു ഡെലിഗേഷനും അവിടുത്തെ ഒരു ഡെലിഗേഷനും വിടും വരും. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ വളരെ നല്ലതാണ് നമ്മളുടെ സിസ്റ്റം. അവിടുത്തെ തനി സ്ലേവ് റണ്ണിങ് സ്റ്റേറ്റ്, ഒരു നമുക്കുള്ള ഒരു പുറത്തിറങ്ങി നടക്കുക, ഫ്രീഡം, എവിടെയൊക്കെ യാത്ര ചെയ്യാൻ. ചൈനയിൽ ഇപ്പോഴത്തെ അറിഞ്ഞൂടെ, അന്ന് ചൈനയിലൊരു സിറ്റിയിലേക്ക്, ബെയ്ജിങ്ങിലേക്ക്, അന്ന് പിക്കിംഗ് എന്നാണ് പറയുന്നത്, അവിടേക്ക് ഒരു വരണമെങ്കിൽ പെർമിഷൻ വിസയൊക്കെ എടുത്ത് വേണം. അല്ലാതെ ഫ്രീ മൂവ്മെൻ്റ് ഇല്ലായിരുന്നു ത്രൂ ഔട്ട് ചൈന. ഇപ്പോഴുണ്ടോയെന്ന് അറിഞ്ഞൂടാ. സിറ്റി ട്രെയിനൊക്കെ ഉണ്ട്, ഞങ്ങൾ ട്രെയിനിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തു. എല്ലായിടത്തും നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു പേടിപ്പിക്കുന്ന സിസ്റ്റമാണ്. ആളുകളും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന വെറും മിനിയൻസ് പോലെ. ഒരാൾക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ പിന്നെ അവിടെ നിന്ന് ഓരോ സ്ഥലത്തും ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ നിൽക്കണം. എവ്രി വൺ ഈസ് സപ്പോസ് ടു ബി ഒരു ആർമി പോലെ. പോയ സ്ഥലത്തൊക്കെയും കണ്ടു ആ ഒരു നമ്മൾ അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇൻ്റർപ്രറ്ററും ഒരു ഓഫീസറും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ പോകുന്നിടത്തൊക്കെ. അവരാണ് ഞങ്ങളെ കൊണ്ടുപോകുക. അവർ തന്നെ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല. ശരി, എൻ്റെ കമാൻഡ് തമാശയായിട്ട് പറഞ്ഞു, ഐ ആം യുവർ കമാൻഡർ, ഈസ് നോട്ട് ഇന്ത്യ, this is China, this is no democracy here. No democracy here. If you move about and if you are lost, no one can save you. ആർമിയിലുണ്ടായിരുന്ന സമയത്തും അല്ലാണ്ടും ഒക്കെ ബോർഡർ റോഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻസ് അല്ലേ, നിർമ്മാണങ്ങൾ, എടുപ്പുകളുടെ നിർമ്മിതികളെ കുറിച്ചൊക്കെ. ജൈവ മനുഷ്യനിൽ കോട്ടകളും ഗുഹകളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഗുഹകളുടെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഏകാന്തതയെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. കോട്ടകൾ ഉണ്ടാക്കുമ്പോഴുള്ള ഭയത്തെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഒരുപാട് കോട്ടകൾ കാണും. കോട്ടകളിൽ ഒരു സൈക്കോളജി വേറെയാണ്, ഒരു പേടി. ഇത് രാജാവ് ഒരു കോട്ട പണിയനെ തന്നെത്താൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ക്യാപിറ്റലിൻ്റെ ചുറ്റും. അത് ഇന്ത്യയിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എവിടെ കോട്ടകൾ. അതിലൊക്കെ പുറത്തേക്ക് തോക്കിന് ഏക്കുള്ള ഗുഹകൾ. അജന്ത എല്ലോറേക്കും പോയിട്ടില്ലേ? ആ കേസിൽ കാടിൻ്റെ നടുവിലാണ്. ഇന്ന് തന്നെയാണ് ആയിരുന്നു. ഞാൻ ഒന്ന് മൂടിപ്പോയിരുന്നല്ലോ കുറെ കാലം അല്ലേ, പറയാനില്ലല്ലോ. ഒന്ന് ഇതൊക്കെ പണിത് ബുദ്ധിസ്റ്റ്
BC 2nd സെഞ്ച്വറി തൊട്ട് 4th സെഞ്ച്വറി വരെയുള്ള പീരീഡിലാണ് അധികവും ആ കേവ്സൊക്കെ ഉണ്ടാക്കിയത്. അന്നത്തെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? കാട്, പുലി, ആന, അതിൻ്റെ ഉള്ളിലിരുന്ന് മനുഷ്യർ ഇത് കൊത്തി തുറന്ന് ഉണ്ടാക്കിയത് എന്തിന്? ഇപ്പോഴും ഒരു ആൻസർ ഇല്ല. ബുദ്ധിസ്റ്റാണ് അധികം. അജന്ത കേവ്സ് 40 ചിലതൊക്കെ മുഴുവനാണ്, ചിലത് പകുതിയൊക്കെ ഉള്ളൂ. അത് ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് എവിടെയെങ്കിലും മനുഷ്യരുള്ള സ്ഥലത്തുണ്ടാക്കാം, എളുപ്പമാണ്. എന്തിനാ അവർ ഇരുട്ടുകൂടി പോയി ഏറ്റവും വിഷമമുള്ള സ്ഥലത്ത് ഏറ്റവും വിഷമമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നു? അതായിരുന്നു അവരുടെ സാധന. അത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വർഷിപ്പ്. അതിന്റെ ഏകാന്തതയാണല്ലേ? അത് തന്നെയാണ് ഡെഡിക്കേഷൻ. ഒരു ഉണ്ടാക്കാം, അതിലെത്ര പേര് മരിച്ചു കാണും? അതിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെളിച്ചമില്ല. ആ അവസ്ഥയിലാണ് അത് ഉണ്ടാക്കുന്നത്. പന്തൊക്കെ കത്തിച്ച് അതിനും കത്തിക്കാനുള്ള വ്യവസ്ഥയൊക്കെ അന്നും ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം അജന്ത എല്ലാവരും ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. പകുതി പണിതിട്ടുള്ള ഗുഹകൾ നോക്കിയാൽ അറിയാം, പകുതി പണിത് വെച്ച് അവിടെ വെച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഓടിപ്പോയതെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാട് വന്ന് മൂടുന്നു. പിന്നെ ഒരു ബ്രിട്ടീഷ് ഒരു കേണൽ പോയിട്ട് നായാട്ടിന് പോയ സമയത്ത് ഹണ്ടിങ്ങിന് പോയപ്പോൾ ഒരു ഇത് കാണുന്നു. നോക്കിയപ്പോൾ ഒന്നല്ല പലത്. അയാള് ഈ പണിത ആരും അവരുടെ പേരോ ഒന്നും ഇല്ല. ഇയാൾ എഴുതിയതാണ് ആദ്യത്തെ അവിടുത്തെ ആ ഗുഹയിലെ ഒരു റൈറ്റിംഗ്. ഇയാൾക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത്ര അത്ഭുതം തോന്നിയിട്ട് അയാളുടെ പേര് കേണൽ എന്തോ ഒരാളുടെ പേര്. അതിലും അത്ഭുതമാണ് എല്ലോറ. എല്ലോറ മുഴുവൻ ഒരു പാറയെന്ന് തുറന്ന് അതല്ലാത്തതൊക്കെ കൊത്തിക്കളയാണ്. അത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ താജ്മഹലൊന്നുമല്ല, ഈ എല്ലോറ ക്ഷേത്രമാണ്. താജ്മഹലൊക്കെ പണിയാൻ പറ്റും, റിസോഴ്സസ് വേണം. ഇതെങ്ങനെ പണിയാം? അതിലെവിടെങ്കിലും കൊത്തുന്നതിൽ ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ വഴിയില്ല. അതിലെ ക്ഷേത്രത്തിലെ ബിംബം അടക്കം എല്ലാം ആ പാറയെന്നുള്ളതാണ്. അതൊഴിച്ച് ബാക്കി എടുക്കുന്നു, പിന്നെ പണിയുന്നു. പിന്നെ ബാൽക്കണിയിൽ തൂണുകൾ വെച്ചിട്ട് ബാക്കി എടുത്ത് കളയുന്നു. സ്ട്രക്ചർ എഞ്ചിനീയറിങ് തൂണിൻ്റെ മീതെ ബീം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും രസകരമായിട്ടുള്ളത് എല്ലോറ, അജന്ത, പിന്നെ കോണാർക്ക് ക്ഷേത്രം. അത് നമുക്ക് പകുതിയേ ഉള്ളൂ. പിന്നെ ഈ തമിഴ്നാട്ടിലെ ഈ ക്ഷേത്രങ്ങളും ഇതുപോലത്തെ അത്ഭുതങ്ങൾ തന്നെയാണ്. ഭുവനേശ്വർ, പിന്നെ പഴയ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഹടപ്പൻ കുറച്ചൊക്കെ ഇന്ത്യയിലുണ്ട്. മോഡേൺ സ്ട്രക്ചേഴ്സിലെ പുതുതായിട്ട് നമ്മുടെ കാലത്ത് പണിതിട്ടുള്ള അതിലങ്ങനെ ഇങ്ങനെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടോ ഇന്ത്യയിൽ? എന്തായിട്ടുള്ള പുതിയ കാലത്തെ ഇതിപ്പോ നമ്മള് ഏൻഷ്യൻ കാര്യങ്ങളാണല്ലോ പറയണത്. പുതിയ കാലത്ത് അങ്ങനെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ള വാസ്തു ശില്പകലയുടെ ഒരു എടുപ്പുകൾ, അങ്ങനത്തെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ള എടുപ്പുകൾ ഉണ്ടോ? ഈ കാലത്ത് നമുക്ക് റിസോഴ്സസ് വേണമെന്നേ ഉള്ളൂ. സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഡാമുകളൊക്കെ നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാൻ തൊട്ടൊക്കെ പണിത് വളരെ വിഷമം പിടിച്ച അവസ്ഥയിലാണ്. അന്ന് എർത്ത് മൂവിങ് മെഷീനറി ഒന്നുമില്ല, എല്ലാം മാനുവലായിട്ടാണ്.
കോൺക്രീറ്റ് കൊണ്ടുപോയി ഡാം പണിത്, അത് റോഡ് എല്ലാം ആദ്യം റോഡ് ഉണ്ടാക്കണം, പിന്നെ കോളനി ഉണ്ടാക്കണം, പിന്നെ ഒന്നൊന്നായിട്ട് പണിതൊക്കെയും അതിൻ്റെയൊക്കെ പഴയ പിക്ചേഴ്സും ഇപ്പോഴും കാണും ആളുകൾ തലയിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ ഗ്രാജുവലായിട്ട് മൂവിങ് മെഷീനറി ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ അത് ഇമ്പോർട്ടഡ് ആണ്. അമേരിക്കയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരണം. അമേരിക്കയാണെങ്കിൽ നമുക്ക് തരാൻ തീരെ മടിയായിരുന്നു. നമ്മൾ അവർക്ക് പാകിസ്ഥാൻ ഇന്ത്യ ടെസ്റ്റിൽ കാരണം ഇന്ത്യക്ക് കുറച്ചൊക്കെ തന്നപ്പോൾ ഞങ്ങൾക്ക് പ്രോജക്റ്റിൽ ഒരുപാട് മെഷീനറി ഉണ്ടായിരുന്നു, ഡോസേഴ്സും. ഇത് കുറേയൊക്കെയും അമേരിക്കയിൽ നിന്ന് വന്ന് പിന്നെ അവർ സ്പെയർ പാർട്സ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യൂസ്ലെസ്സായി. പിന്നെ റഷ്യയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നു. വലിയ വെരി ടഫ് ജോബ് അന്നത്തെ കാലത്ത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് കൺസ്ട്രക്ഷന് വിഷമമില്ലല്ലോ, ഇറ്റ്സ് വൺ വേൾഡ്. ഒരു കഥയിൽ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്, കോണി കയറി 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 മേലെ എത്തും, അവസാനത്തെ നിലയിൽ നിന്ന് വാതിൽ തുറക്കുമ്പോൾ പിന്നെ അവിടെ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. കഥയുടെ പേര് എനിക്ക് അത്ര ഓർക്കുന്നില്ല, പക്ഷെ അതിന്റെ എൻഡ് അങ്ങനെയാണ്. വിജയസ്തംഭം പറക്കലത്തല്ലേ? നമ്മൾ ഒരുപാട് സ്റ്റാമ്പേഡ് വരുന്നുണ്ടല്ലോ ന്യൂസിൽ. കുത്തബ്മിനാറിലെ പണ്ട് കാലത്ത് ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. കുത്തബ്മിനാറിൻ്റെ മുകളിലേക്ക് കയറി സ്കൂൾ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് പോവുമായിരുന്നു. മുകളിലത്തെ കുട്ടിയുടെ കാല് തെറ്റി കുട്ടി വീണു 10-30 കുട്ടികൾ മരിച്ചു. നേരമായിട്ടുള്ള ഇതാണ് ഇങ്ങനെ സ്പൈറൽ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു രക്ഷയില്ല. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ ഉണ്ടായത്. പിന്നെ അവരിപ്പോൾ കുത്തബ്മിനാറിൽ ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു 4-5 കുട്ടികളുടെയൊക്കെ ആയിട്ട് പെർമിറ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെ പണ്ട് പണിതുണ്ടാക്കിയിരുന്ന അത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഇതിലാണ് പോയത്. നമ്മൾ പണിയുന്ന സ്ട്രക്ചേഴ്സൊക്കെ ഇതുപോലെ ഒരാളുടെ റൈറ്റ് അവകാശത്തിന് മീതെ വേറൊരാളുടെ അവകാശം വരുന്നതാണ്, എല്ലാവർക്കും ഇല്ല എന്നൊക്കെ ഡിഫറെൻ്റ് വേ. സ്ട്രക്ചേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്ട്രക്ചർ കാണുമ്പോഴേ അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഫിലോസഫി ആണോ അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ആണോ ആദ്യം അട്രാക്ട് ചെയ്യുക? എന്നെ എനിക്ക് എല്ലാം അട്രാക്ട് ചെയ്യാണ്ട്. ആർക്കിടെക്ചർ അട്രാക്ട് ചെയ്യും, എൻ്റെ എൻജിനീയറിങ്. പിന്നെ അത് പണിതതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ അതിൽ വലിയ അത്ഭുതങ്ങളാണ്. ഇന്ത്യ ഒരു വണ്ടർഫുൾ പ്ലേസ്, ഓൾ ടൈപ്പ് ഓഫ് ഉത്തരം. ബംഗാളിലെ അധികം ഇഷ്ടികയിലാണ് പണ്ട്, അവിടെ കല്ലില്ല. ഇവിടെ മഹാരാഷ്ട്രയിലുള്ളതൊക്കെ കല്ലാണ്. ധോളാവീരയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഗുജറാത്തിൽ കച്ച് കഴിഞ്ഞ് പോകണം. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഹരപ്പൻ സിവിലൈസേഷൻ്റെ ആണ്. അത് മുഴുവൻ കല്ലിലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ റിമൈൻസ് മുഴുവനും ഇഷ്ടികയിലാണ്. പാകിസ്ഥാനിലുള്ളതും ഇന്ത്യയിൽ ഇതൊരെണ്ണം മാത്രമേ കല്ലിലുള്ളൂ. സ്ക്രിപ്റ്റ് എല്ലായിടത്തും ഒന്നാണ്. എന്താ എഴുതിക്കണേന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ വലിയൊരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. എന്തിനു പണിതു, എങ്ങനെയാണ് അവരവിടുന്ന് പോയത്, പിടിയില്ല.
പാകിസ്ഥാനിൽ ആണ് മേജർ എല്ലാം. ഇപ്പം അതിനെ ഇൻഡസ് വാലി എന്ന് പറയുന്നില്ല. കാരണം ഇൻഡസ് വാലിയിൽ മാത്രമല്ല ഗാഞ്ചറ്റിക് പ്ലെയിനിലും ഉണ്ട്. അപ്പോൾ അതിന് ഹരപ്പൻ സിവിലൈസേഷനെ പറയുന്നുള്ളൂ. ഈ യാത്രകളെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾക്ക് നമുക്ക് പർപ്പസ് ഉണ്ടാവുമല്ലോ. അല്ലാത്ത യാത്രകളുടെ ലക്ഷ്യം എന്തായിട്ടാ? എങ്ങനെയാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? എവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രകളാണ് ചെയ്തിട്ടുള്ളത്? അല്ല, പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയിരുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് എവിടെയൊക്കെ പോകാൻ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. എല്ലായിടത്തും ഓപ്പണായിട്ട് യാത്ര ചെയ്യും. അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണോ അതാ ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ചിട്ടുള്ള അങ്ങനെയാണോ യാത്രകളെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോവാറ്. ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ച് പോയിരുന്നു, കുട്ടികളും എല്ലാവരും കൂടിയും. ചിലതൊക്കെ ഞാൻ തന്നെയും. അന്ന് യാത്ര ചെയ്യുമ്പോൾ ടെലിഫോണും ഒന്നുമില്ല. പോയ സ്ഥലത്തുനിന്ന് കോണ്ടാക്ട് ചെയ്യാനൊന്നും, ലെറ്റർ എഴുതിയാൽ ലെറ്റർ വരുമ്പോഴേക്കും നമുക്ക് മടങ്ങി വരാൻ പറ്റും, കിട്ടുമ്പോഴേക്കും. ആർമി ആണോ? അമ്മ മരിക്കുന്ന സമയത്ത്? അപ്പം ഞാൻ ഇവിടെ കോണാർക്ക് ഭുവനേശ്വറിലായിരുന്നു. മടങ്ങി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. ഓ, ആർമിയിൽ ഉള്ള ഞാൻ ഇയാളുടെ ഇന്നലെ വായിക്കുകയായിരുന്നു, ഈ സന്തോഷ് കുമാറിൻ്റെ ബുക്ക് ജ്ഞാനഭാരം. ഒബ്സലീസൻസ് DC ബുക്സ് അവരുടെ വർഷാനുചരിതം എന്നൊരു ഇറക്കി, കഴിഞ്ഞ സെഞ്ചുറിയുടെ ഓരോ കൊല്ലത്തെയും സംഭവങ്ങൾ. അതിൽ അവസാനം ഭാവി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ എഴുതാൻ എന്നോട് പറഞ്ഞു. ഞാനതിൽ എഴുതിയിലൊരു വലിയ ഇത് ഭാവി അത് ഇപ്പോഴും അത് റിയൽ. ഒരു സംഗതി പണ്ട് കാലത്തൊരു സാധനം ഒബ്സലീറ്റ് ആവുന്ന കുറെ കൊല്ലെടുക്കും. ഒരു മെഷീൻ ഉണ്ടാക്കി അപ്പോൾ ഒരു 10, 30, 40 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ ആ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യും. ഒരു കാറ് മേടിച്ച കാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ റിപ്പയർ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ ഓർഡറാണ് ഗവൺമെൻറ്റിൻ്റെ ഉപയോഗിക്കുന്നത്. അതുപോലെ മെഷീൻസ് എല്ലാം ഒബ്സലീറ്റ് ആവും വളരെ വേഗം. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും പുതിയ മോഡൽ വരുന്നു. ഇത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് കാണുന്നത് ആർമിയിലെ യുദ്ധത്തിൻ്റെ എക്യുപ്മെൻറ്റ്സാണ് ഓൾ ഓവർ ദി വേൾഡ്. അത് ഒരു വെപ്പൺ കൊണ്ടുവരുന്നു, ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും ആ വെപ്പൺ ഒബ്സലീറ്റായി വേറൊരു മോഡൽ വരും. ഈ ഒബ്സലീറ്റ് ആയത് വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അതിലും കൂടുതലുണ്ടെങ്കിലും അത് സാധാരണ ഇപ്പോൾ കാറോ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് കീപ്പ് ഓൺ യൂസിങ് ഇറ്റ്, അത് തീരുന്നവരെ പഴയതായാലും. പക്ഷെ ആർമിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പോൾ യുദ്ധം ഉണ്ടായിട്ടില്ലായിരിക്കും 10 കൊല്ലം. പക്ഷേ ഈ 10 കൊല്ലം 3-4 തവണ മാറ്റി കാണും വെപ്പൺസ്. ഇപ്പോൾ റൈഫിൾസ് തന്നെ മാറും, മെഷീൻസ്, ടാങ്ക്. ഇപ്പോൾ ഇതിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ നേരത്തെ ഒരു ആരോട് പറഞ്ഞുണ്ടായി, നമ്മൾ യുദ്ധം ചെയ്യുന്ന എനിമിയുടെ അല്ല കൂടെ, നമ്മുടെ തന്നെ മോഡലുകൾ തമ്മിലാണ് യുദ്ധം. ഇന്നത്തെ മോഡൽ വെപ്പണും ഇന്നലത്തെ വെപ്പണും അതിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നു. വളരെ തമാശയായിട്ട് പറയുന്നുണ്ട്, വി ഡിഫീറ്റ് അവർ ഓൺ വെപ്പൺസ്.
അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ രാജ്യത്തും ഇങ്ങനെയാണ്. പുതിയ പുതിയ മോഡൽ വരുമ്പോൾ പഴയതിനെ ഡിഫീറ്റ് ചെയ്യുന്നു. പിന്നെ ഇതെന്ത് ചെയ്യണം, ഈ ഉപയോഗിക്കാൻ പറഞ്ഞ പോലെ യുദ്ധത്തിലാവുമ്പോൾ നമുക്ക് പഴയത് ഉപയോഗിച്ചാൽ കുഴപ്പമാവും. എൻ്റെ കയ്യിൽ പഴയ ഒരു സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ഒരു ഗ്രനേഡിൻ്റെ ഇത് എനിക്ക് കിട്ടിയിരുന്നു ഇവിടുന്ന്. ശരി. ഇതൊക്കെ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. ഉപയോഗിച്ച് ബോംബിൻ്റെ ഇതൊക്കെ വിട്ടുപോയത്. അത് അന്നത്തെ കൊല്ലത്തിൻ്റെ മാർക്കൊക്കെ ഉണ്ട്. ഈ ഒബ്സലീസൻസ് എന്ന് പറഞ്ഞ ഒന്നിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഈ യുദ്ധങ്ങൾ ചെയ്യുന്നത് അധികവും ടെസ്റ്റ് ചെയ്യാനാണ്. ആയുധങ്ങൾ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അധികവും. അത് ചെയ്ത് മാറി പുതിയ ആയുധം മേടിക്കണം. വെപ്പൺ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അവരാണ് അതിന് ഈ യുദ്ധങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, സജീവമാക്കി നിർത്തുന്നത്. പുതിയ പുതിയ വെപ്പണുകൾ മേടിക്കും, പഴയത് ഒബ്സൊലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഓൾ ഓവർ ദി വേൾഡ്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ വളരെ ദുഃഖം തോന്നും. ഒരു എല്ലാ രാജ്യത്തും ഏതാണ്ട് ഒരു പകുതിയോളം റിസോഴ്സസ് പോകുന്നത് ഡിഫെൻസിനാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി മാറ്റി അതുണ്ടാക്കുന്ന കമ്പനിക്ക് ആണത് ലാഭം ഉണ്ടാക്കുന്നത്, വേറെ ആർക്കുമല്ല. ആ കമ്പനികൾ പുതിയ പുതിയ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, പഴയത് പോകുന്നു. എന്താ ചെയ്യുന്നത് പഴയത് കൊണ്ട്? ഇന്ത്യയിൽ ഇവർ ചില ആഫ്രിക്കയിലെ പഴയ ചില രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്, അവർക്ക് മോഡേണൈസ് ചെയ്തിട്ടില്ലാത്ത. അല്ലെങ്കിൽ അത് പോവും. ഓർഡിനൻസ് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന ആർമിയിലത്തെ ഡിവിഷൻ അതാ പറയാം. അത് ജോലി ഇതാണ്. സാറിൻ്റെ ഒരു പുസ്തകമില്ലേ, സംഹാരത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ, മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒന്നായിട്ട് തോന്നുന്ന ഒരു പുസ്തകമാണ്, എഴുത്താണ് സംഹാരത്തിൻ്റെ. അതിനകത്ത് ആകുലതയേക്കാൾ കൂടുതൽ ഭയം ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളുടെ ഉള്ളിലും അതിഭീകരമായിട്ട് മുഴുമിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഭയം ജനിപ്പിച്ച ഒരു പുസ്തകമാണത്, ടഗ്ഗുകളുടെ. അതെ, എങ്ങനെയാണ് അതിലേക്ക് വന്നേ? ഇത് ഈ ട്രൈബൽസ് പറ്റി ഇപ്പോൾ ഞാൻ ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയ പലരുടെയും കൂടെ യാത്ര ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു കൂട്ടർ കൊള്ളക്കാരാണ് ഈ ടഗ്ഗുകൾ. മലയാളത്തിൽ തഗ്ഗി എന്ന് പറയും, ശരിക്കും ടഗ്ഗാണ്. അത് ഈ ബ്രിട്ടീഷുകാർ പല ട്രൈബുകളെയും ക്രിമിനൽ ട്രൈബ് എന്ന് കാറ്റഗറൈസ് ചെയ്തിരുന്നു. ആ ട്രൈബിന് തന്നെ ക്രിമിനൽ ട്രൈബ് എന്നൊരു മാർക്ക് കിട്ടിയാൽ പിന്നെ അവർ ക്രിമിനൽസാണ്, ഒരു വേറെ എന്ത് ജോലി ചെയ്താലും. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം നെഹ്റു ചെയ്ത ആദ്യത്തെ ഒരു ജോലിയിലൊന്ന് ഡീനോട്ടിഫൈഡ് ചെയ്യണം ഈ ട്രൈബുകളെ. പക്ഷെ ഡീനോട്ടിഫൈഡ് ചെയ്തപ്പോഴും ഇപ്പോഴും ദേ ആർ നോൺ ആസ് ഡീനോട്ടിഫൈഡ് ട്രൈബ്. ഓക്കെ, ഇപ്പം ജാതിയുടെ കാര്യം പറഞ്ഞാൽ ആ മാർക്ക് അവിടെ നിൽക്കണം. DNT എന്ന് പറയും, ഡീനോട്ടിഫൈഡ് ട്രൈബ്. ആശ്വതാദേവി വർക്ക് ചെയ്തിരുന്ന ഒരു ഒരുപാട് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇപ്പം ടഗ്ഗുകൾ അതിലൊരു പ്രധാന, അവർ ഗ്രൂപ്പായിട്ടല്ല, ഇങ്ങനെ ചെറിയ ചെറിയ 2-3 ആളുകളൊക്കെ ആയിട്ടാണ് അത് അവരെ സപ്രൈസ് ചെയ്യലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു 18th സെഞ്ച്വറിയിലൊരു വലിയ ജോലി. കാരണം യാത്രക്കാർ അന്നത്തെ യാത്രയൊക്കെയും ഈ കാറിലും ബസ്സിലൊന്നും അല്ലല്ലോ, മനുഷ്യർ വ്യാപാരികൾ നടന്നും
കുതിരപ്പുറത്തും കഴുതപ്പുറത്തൊക്കെയാണ് സാധനങ്ങൾ മർച്ചൻസ് യാത്ര ചെയ്യാം. ഇവരവരെ വേലേ ചെയ്യും, എന്നിട്ട് ലൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ട്രൈബായിരുന്നു ഠഗുകൾ. അത് സെൻട്രൽ ഏഷ്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. അതിനെ റിമൂവ് ചെയ്യപ്പോൾ അതൊരു വലിയ വിശ്വാസമാണ് അതിൻ്റെ ഉള്ളിൽ. അതിൽ മതമുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിമും ഉണ്ട് ഠഗിൽ. അവരെല്ലാവരും ഈ കാളിയെ പൂജിക്കുന്നവരാണ്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. കുറേ വിശ്വാസങ്ങളിലാണ് അത് അതിന് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ചില രീതി ആ സിസ്റ്റംസ് മുഴുവനും അവർ വളരെ കോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതേ സിസ്റ്റത്തിലാണ് 3-4 ആൾ പോവാം, ഇങ്ങനെ ചെയ്യാം, അവർ ചെയ്യാം. അവർ പിടിച്ച് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ യാത്രക്കാർക്ക് കൊടുക്കുന്ന ഹെൽപ്പ് ചെയ്യുന്നവരായിട്ട് പ്രിറ്റൻഡ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് കൊല്ലേണ്ടത്, കൊല്ലുന്ന രീതി കഴുത്തിൽ റൂമാൽ കെട്ടിയിട്ടാണ്, വെപ്പൺസ് ഉപയോഗിച്ചിട്ടല്ല. ഇത് ഒരു ബ്രിട്ടീഷ് ജനറലുണ്ട്, അയാൾ ആയിരുന്നു ഇതിൻ്റെ ഈ ക്യാമ്പയിൻ ലീഡ് ചെയ്തിരുന്നത്. അയാൾ അതിനെപ്പറ്റി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കൺഫെഷൻസ് ഓഫ് എ ടഗ് എന്നൊരു വലിയ ബുക്കുണ്ട്. പിന്നെ ഉണ്ട് 3-4 ബുക്കുകളുണ്ട്. അതിൽ ഇവർ പിടിച്ചിടുന്ന ആളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺഫെസ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ ആ റിച്വൽസ്, ഒരുപാട് റിച്വൽസിൽ കൂടെയാണ് അത്. അതുപോലെ വേറൊന്നാണ് പിണ്ടാരികൾ. ഇതിൽ ഠഗ് ആണ് ആദ്യത്തെ. അപ്പോൾ അവർ ഠഗുകൾ ഇപ്പോഴും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ചറിയില്ല സൊസൈറ്റിയിൽ. അതാണ് ഭയത്തിൻ്റെ ഒരു വലിയ കാര്യം. അത് വെറും അതിൽ നമ്മുടെ ഗെയിൻസ് മാത്രമല്ല, റിച്വലാണ്, വിശ്വാസമാണ്. കാളിക്കുള്ളൊരു ഓഫറായിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. ഒരാളെ കഴുത്തിൽ വെച്ച് കൊന്നാൽ ആളെ കാളിക്ക് ഓഫർ ചെയ്യാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിപ്പോൾ നമുക്കറിയില്ല നമ്മുടെ കൂടെയുള്ള ആൾ ഠഗാണോ എന്ന്. അത് ഞാൻ ഇവിടെ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അങ്ങനെ വർക്കേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ആളുകളെ അയക്കും ദൂരെ നിന്ന്. അപ്പം അതിന് പോയ ഒരാൾ കാണാതായില്ലേ, കാശൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഒന്നും പിടികിട്ടിയില്ല. അപ്പം അയാൾ ഠഗായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. അതാണ് അതിലൊരു ചാപ്റ്റർ. പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ കാണുന്നതും പിന്നെ അയാളത് എഴുതി വെച്ചിരുന്നു. ഓക്കെ. പിന്നെ അതിൽ 2ാമത്തെ ചാപ്റ്റർ എന്താണ്, തോട്ടക്കാരൻ, പിന്നെ ഹോട്ടൽക്കാരൻ, 2ാമത്തെ ചാപ്റ്റർ. അത് പിന്നെ അതും ഒരു റിച്വൽസ് ഒരുപാടുണ്ട് ഈ കൊല്ലുന്നതിൽ. വെറുതെ ഉദ്ദേശമില്ലാതെയും കൊല്ലും. അങ്ങനെയുള്ളൊരു ഇതാണ് 2ാമത്തെ ഹോട്ടൽക്കാരനിൽ. പിന്നെ 3ാമത്തെ തുന്നൽക്കാരൻ എന്ന് പറഞ്ഞാണ് അതിലുള്ളത്. അത് ഒരു ഫാൻറ്റസിയാണ്. ഇതിന് 2നും ബേസുണ്ട്. അധികം എഴുത്തുകളുമേ ഈ പറഞ്ഞ പോലെ ഫിക്ഷൻ, ഇപ്പം ഇതിൽ ഫാൻറ്റസി എന്ന് പറഞ്ഞെങ്കിൽ പോലും പൊതുവെ സാറിൻ്റെ എഴുത്തുകൾ റിയാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന, റിയലാണെന്ന് വായിക്കുന്നവർക്ക് തോന്നുന്നത് മാത്രമല്ല, അത് തന്നെയാണ് സാറിൻ്റെ ശൈലി എന്ന് പറയുന്നത്. കഥ എന്നാണ് പേരെങ്കിലും നോവൽ എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ അംശം അതിനകത്ത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഒരു കഥയ്ക്ക് വേണമെന്ന് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചേക്കുന്ന പൊടിപ്പും തൊങ്ങലും ഫിക്ഷൻ എലമെൻറ്റും
അതിൻ്റെ വേറെ തരം ഭാഷാപരമായിട്ടുള്ള സുഖമുള്ള ഭാഷാ പ്രയോഗം, അതൊന്നുമല്ല. ഭയങ്കര റിയാലിറ്റിയിൽ നമ്മളെ തന്നെ കാണുന്ന അത്രയും റിയൽ ആയിട്ടുള്ള എഴുത്ത് ശൈലിയാണ്. എന്തുകൊണ്ടാണ് പൊതുവേ കഥയ്ക്ക് നോവലിനൊക്കെ നമ്മളിവിടെ വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഇത്തരം എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ ഒരു തരം കസവുള്ള ഭാഷ, അതെന്താ അങ്ങനെ ഉപയോഗിക്കാതിരുന്നത്? അതിലേക്കൊന്നും പോവാതെ റിയാലിറ്റിയോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന സംഗതികളാണല്ലോ സാറിൻ്റെ ഭാഷയും എഴുത്ത് ശൈലിയൊക്കെ. ഒരുപക്ഷെ ഈ ആധുനികത എന്നൊക്കെ പറയുന്ന കാലത്ത് എഴുതിയിരുന്ന സമകാലികർ പോലും ഭാഷയിൽ ഈ പറയുന്ന ഭാവുകത്വപരമായിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഭാഷ അതേ ആയിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? എഴുതുന്ന ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എല്ലാം എഴുതാറ്. ഒരു കഥ പറയലായിട്ടല്ല, കാര്യം പറയലാണ്. ഏതെങ്കിലും ഒരു ഐഡിയ അത് ഇതുപോലെ അതിന് യോജിച്ച ഒരു ഭാഷ. പഴയ പഴയ കാലത്തെ ഇതാണ് പറയുന്നെങ്കിലും അതിന് ഇപ്പോഴത്തെ റെലവൻസ് ഉണ്ടാവും. വാസ്തവത്തിൽ വേറെ ഒരു രൂപത്തിൽ ഇത് പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാനത്തെ കഥ താക്കോൽ എന്നൊരു കഥ എഴുതുന്നുണ്ടായി അവസാനമായി 2 കൊല്ലം മുമ്പ്. അത് പിണ്ടാരികളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ്. പിണ്ടാരികൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെ ആർമികളെയൊക്കെയും ഡിസാം ചെയ്തു. രാജാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന എല്ലാം ഡിസാം ചെയ്ത് അവർ രാജാവ് നിൽക്കും, അവരുടെ രാജ്യം നിൽക്കും, പക്ഷെ ആർമി ഉണ്ടാവില്ല. ഇങ്ങനെ ഡിസാം ചെയ്ത് വിട്ട പട്ടാളക്കാരെയും ആണ് അധികം കൊള്ളക്കാരായിട്ട് മാറിയിട്ടുള്ളത്. സെൻട്രൽ ഇന്ത്യയിൽ ചമ്പൽ വാലി എന്ന് കേട്ട് കാണും. കൊള്ളക്കാരുണ്ട്, അല്ലാതെയും കൊള്ളക്കാരുണ്ട്. അതധികവും ഈ ആർമിയിൽ നിന്ന് ഡിസാം ചെയ്ത് പോയവർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ രാജാക്കന്മാരുടെ ടെറിട്ടറിയൊക്കെ നിന്നിരുന്നു. കൊച്ചി രാജാവുണ്ട്, തിരുവിതാംകൂർ രാജാവുണ്ട്, അതുപോലെ രാജസ്ഥാനിലെ ഓരോ രാജാക്കന്മാർ, സിന്ധ്യ, ഹോൾക്കർ, ഭോസ്ലെ, പിന്നെ ഗൈക്വാഡ്, 4 പേരായിരുന്നു ബ്രിട്ടീഷുകാർ വന്ന കാലത്ത്. പേഷ്വമാർ 4 ഇട്ട് വെച്ചാണ്. ഭോസ്ലെ, പിന്നെ ഗൈക്വാഡ്, ഹോൾക്കർ ആൻഡ് ഏതാ പറഞ്ഞ 4 എണ്ണം. സിന്ധ്യ, ഇപ്പോഴത്തെ രാജാവ് സിന്ധ്യ. ഗൈക്വാഡ് ബറോഡയിൽ, ഹോൾക്കർ അങ്ങ്. ഇവരൊക്കെയും ചെയ്തിരുന്ന അവരുടെ കാലത്ത് ഈ കൊള്ളക്കാരെ അവരുടെ രാജാക്കന്മാരോട് പെർമിഷൻ ചോദിക്കും അവരുടെ ഒരു ടെറിട്ടറി ലൂട്ട് ചെയ്യാൻ. ലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ രാജാവിന് കൊടുക്കും. അതൊരു അങ്ങനെ നടത്തിയിരുന്നു. ഇത് കൊണ്ടുവന്ന് വരും. രാജാവ് വലിയ ആഘോഷത്തിൽ ഷെയർ വാങ്ങിച്ചു. അതായത് രാജാവ് സ്വന്തം പ്രജകളെ ലൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഷെയർ കോൺട്രാക്റ്റ് കൊടുക്കുക. അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് അത് തന്നെയല്ലേ ഇക്കാലത്തും നടക്കുന്നതാണ് ചോദ്യം. നമ്മുടെ ഭരണാധികാരികൾ ജനങ്ങളെ ലൂട്ട് ചെയ്യാൻ കോർപ്പറേറ്റുകളെയും ഷെയർ എടുക്കുന്നു. സെയിം സിസ്റ്റം കണ്ടിന്യൂ ചെയ്യല്ലേ എന്ന് അതിൽ പോലീസുകാരൻ ഇയാളോട് ചോദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നമുക്കിത് നടക്കുന്ന കാലത്ത് ഇപ്പം നമുക്ക് ഈ കറപ്ഷൻ അതൊക്കെ നമുക്ക് ഇപ്പോൾ സാധാരണയല്ലേ, നോർമലൈസ് ചെയ്ത് എന്തായാലും അത്ഭുതം തോന്നും. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കിത് കൺഫെഷൻസ് ഓഫ് എ തഗ്ഗിൽ അതിൽ പറഞ്ഞ സംഗതി തന്നെ ഇപ്പോഴും കാണാം. ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും.
പക്ഷെ അന്ന് നടക്കുന്ന കാലത്ത് സാധാരണമെന്ന് പിഠാക്കുകളും പിള്ളാരികളൊക്കെ സാധാരണമാണ്. അത് ആണ് ആ കഥയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാതിരിയുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണൊരു വാസ്തവം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഈ ഫാൻറ്റസി എന്ന് പറയുന്ന എൻ്റെ കഥകളിലും നോവലുകൾക്ക് ഒരുപാട് ഫാൻറ്റസി കാണും. പക്ഷെ ഫാൻറ്റസി ഈസ് അനദർ വേ ഓഫ് ടെല്ലിങ് ദ ഫാക്റ്റ്. കൂടുതൽ എഫക്റ്റീവായിട്ട് പറയാൻ നമ്മൾ ഫിക്ഷൻ തന്നെ, ഫിക്ഷൻ എന്നാണ് ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അല്ല, ഫിക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു അതേ സംഗതി തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട്. അതിലും പിന്നത്തെ സ്റ്റേജാണ് ഫാൻറ്റസി. ഫാക്റ്റ്, ഫിക്ഷൻ, ഫാൻറ്റസി എന്നൊരു സ്കെയിലാണ്. ഫാൻറ്റസിയുടെ ലെവലിൽ വരുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അത് ഇപ്പോൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ചോദിക്കും. ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങിയത് തന്നെ കൽക്കത്തയിലെ സ്റ്റേറ്റ്സ്മാനിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച്. റിപ്പോർട്ടുണ്ടായിരുന്നു. അവിടെ കാശുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു കള്ളനെ അല്ലെങ്കിൽ കൊള്ളക്കാരനെ. അപ്പോൾ അയാൾക്ക് കാശുണ്ടെങ്കിൽ അയാൾ ജയിലിൽ അയാൾക്ക് പകരം ശിക്ഷ അനുഭവിക്കാനായിട്ട് ഒരാളെ ഹയർ ചെയ്യും. അത് പോലീസും ഇവരും കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. ഒരാൾക്കും അറിയില്ല. അയാൾ ഹയർ ചെയ്യുന്നു, ഇയാൾ സുഖമായിട്ട് ജീവിക്കുന്നു, അയാൾ ജയിൽ അനുഭവിക്കുന്നു. അത് അതിലൊരു ലെവലും കൂടി മീതെ ഡെത്ത് സെൻറ്റൻസ് കിട്ടിയിട്ടുള്ള ഒരാൾ അയാൾക്ക് പകരം ഒരാളെ വയ്ക്കുന്നു. ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ ഇത് ഡെത്ത് സെൻറ്റൻസ് ആണ് ഇയാൾക്കുള്ളത്. ഹി വിൽ ഹാവ് ടു ബി ഹാങ്ഡ്. അത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നതാണ്. രാജാവ് അയാളുടെ ഖജാന, അതിൻ്റെ ട്രഷറി കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ സീക്രട്ടായിരിക്കണം, അതിൻ്റെ രീതികളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളുകളാണ്. അത് പണിത് കഴിഞ്ഞാൽ അവരെ വധശിക്ഷയ്ക്ക് സബ്ജക്റ്റാവും. അപ്പോൾ ആ സീക്രട്ട് പുറത്തേക്ക് പോവില്ല. ഇത് വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ ഈ ദസറ ആഘോഷം വലിയ ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ ദസറയ്ക്ക് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ സാക്രിഫൈസ്ഡ് ദേവതയുടെ കാളിയുടെ മുമ്പിൽ. അതൊക്കെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളുകളെ അന്ന് സൂക്ഷിച്ച് വയ്ക്കും. വളരെ ക്രൂവലായിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു വിജയനഗരത്തിൽ. അത് അങ്ങനെ ഇപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പഴയ പല പ്രോജക്റ്റുകളും കൺസ്ട്രക്റ്റ് ചെയ്യുന്ന വെറും അതിൽ നിന്ന് കിട്ടുന്ന എസ്പെഷ്യലി ആർമിയിൽ ഒരുപാട് വെപ്പൺസ് ഞാൻ പറഞ്ഞില്ലേ വാങ്ങുന്നു. അതിൽ കമ്മീഷൻ ഒരുപാടുണ്ട്. അത് പലപ്പോഴും ആ വെപ്പൺ ഉണ്ടാവണമെന്ന് തന്നെയില്ല. ദ ഹോൾ തിങ് മേ ബി ഫേക്ക് ഡീൽ. അത് വെപ്പൺ വന്നു, ഡെലിവറി ചെയ്തു എന്നൊക്കെ കാരണം കുറച്ച് കഴിയുമ്പോൾ അത് അപ്സൈറ്റ് ആവും. പക്ഷേ മണി ഈസ്, ഇപ്പോൾ ഈ ബോഫോഴ്സ് കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിനൊക്കെ വെപ്പൺ ട്രേഡിലാണ് മാക്സിമം കറപ്ഷൻ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഓൾ ഓവർ ദി വേൾഡ്. അത് കൂടെ റൂളേഴ്സിന് ഒരുപാട് കമ്മീഷൻ കിട്ടും. വെപ്പൺസ് വാങ്ങും, യുദ്ധം ചെയ്യണോ ചെയ്തില്ലയോ, വേണമെങ്കിൽ ചെയ്താലും കൊല്ലപ്പെടുന്നത് അവങ്ങളാണ്. വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് ഒരു
ഫേക്കായിട്ടൊരു യുദ്ധം ചെയ്യാം. റഷ്യയിൽ പുത്തിൻ ഉപയോഗിച്ചിരുന്നു. അതെ. നമ്മുടെ ഒരുവിധ എല്ലാ ആർമിയും അതാണ്, ഈ ആളുകൾ കാശ് ശമ്പളം കൊടുത്ത് യുദ്ധം ചെയ്യിക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ആർമികളുണ്ട്. അത് ഇക്കാലത്തും ഉണ്ടെന്നാണ് ഇപ്പോൾ പുത്തിൻ കാണുന്നത്. എഴുത്തുകാരുടെ ഒരു സമൂഹത്തിനെടുത്താൽ, എഴുത്ത് സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റയാനക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് സാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണകൂടത്തോട് വിമർശനമില്ലാത്ത എഴുത്തുകാരായി മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പടി കൂടെ കടന്നിട്ട് ഭരണകൂടത്തെ അനുകൂലിച്ച് വേണം എഴുത്തുകാർ നിൽക്കാൻ എന്നുപോലും പറയുന്ന മുതിർന്ന എഴുത്തുകാരുണ്ടാവുന്ന ഒരു കാലവും കൂടിയിട്ട്. ആരെയും വിമർശിക്കുന്നില്ല. ഭരണകൂടത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഒരു ചെയ്തികളോടും ആർക്കും എതിരഭിപ്രായമില്ല, വിമർശനമില്ല. എല്ലാം സ്തുതിപാഠകരും നിറഞ്ഞ ഒരു സമൂഹമായിട്ട് സാംസ്കാരിക ലോകം മുഴുവൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വിവാദങ്ങളിൽ പെടാൻ ആഗ്രഹമില്ലാത്ത ഒരാളും കൂടിയിട്ടാണ് സാറിന് എനിക്കറിയാം. എന്നാലും ഈ എഴുത്തുകാരുടെ ഈ ഒരു പൊസിഷൻ എത്രത്തോളം ഒരു സമൂഹത്തിന് ഗുണം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെ ഗുണം ചെയ്യില്ലല്ലോ. വീണ്ടും നമ്മൾ എഴുത്തുകാരെന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരുന്ന അങ്ങനെ ഒരു കാറ്റഗറി സാംസ്കാരിക ലോകം മുഴുവൻ, ആർട്ടിസ്റ്റുകളായാലും എഴുത്തുകാരായാലും ഒക്കെ, ആർട്ടിസ്റ്റുകൾ എഴുത്തുകാർ ഇതിനകത്ത് കൂട്ടത്തിലെ ഒരു കക്ഷി എന്ന് വയ്ക്കാം. എന്നാലും പേരുണ്ടല്ലോ ക്രിട്ടിക്കലായിട്ട് എഴുതുന്നവർ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. അതാണ് വിമർശനം എന്താ തോന്നാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിമർശനം എന്താണ് എഴുത്തുകാർക്ക് ഒരു ഭരണകൂടത്തോട് തോന്നാത്തത് എന്നാണ്. എഴുത്തുകാരായാലും ഫാക്ടറി വർക്കറായാലും പട്ടാളക്കാരനായാലും ആരായാലും ശരിയെന്ന് തോന്നുന്നത് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ തെറ്റെന്ന് തോന്നുന്നില്ലായിരിക്കും അപ്പോൾ അല്ലേ? അത് ഉണ്ടാവുന്നതല്ല. എല്ലാവരും എക്സ്പോഷർ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ പഴയ കാലത്തെ റൈറ്റിംഗ് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ, കാളിദാസൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പലരും വളരെ ക്രിട്ടിക്കലായിരുന്നു. ഭാസൻ്റെ, പിന്നെ ബാണൻ, പലരും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഭർതൃഹരി ഒരു ദിവസം രാജസ്ഥാനെല്ലാം ഒഴിഞ്ഞു, രാജാവായിരുന്നു. എന്നിട്ട് ഒരു മെൻഡിക്കൻ്റായിരുന്നു, നടന്നു. ഭർതൃഹരി ദർശനം വളരെ ക്ലിയറാണ്. അതിനൊരു ഭർതൃഹരിയുടെ രാജാവായിരുന്നു, ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. എന്താ അതിൻ്റെ ബോധാരോ മത്സരഗ്രസ്ത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ബുദ്ധിയുള്ളവർ തമ്മിൽ മത്സരിക്കുന്ന ഒഴുകിപ്പോകുന്നു, അറിവുള്ളവർ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഗതി എന്താണ്? ശ്ലോകമാണ്. ബോധാരോ മത്സരഗ്രസ്ത. എനിക്ക് ശ്ലോകം സംസ്കൃതം അറിഞ്ഞൂടാ, ഞാനത് വായിക്കുന്നത്. അതിൽ ഭർതൃഹരിയുടെ 4 ഇതാണ്: നീതിശതകം, ശൃംഗാരശതകം. നീതിശതകം ആണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഇതിനെ. 4-ാമത്തേതിൽ അവസാനത്തെ ശ്ലോകം വളരെ രസമാണ്. മാതർ മേദിനി താതമാരുത. അങ്ങനെ ഭൂമി അമ്മയാണ്, കാറ്റ് അച്ഛനാണ്, ജലം ഇതാണ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ശ്ലോകം. പ്രകൃതിയോട് വയ്ക്കുന്ന വളരെ രസകരമായ ശ്ലോകമാണ്. മനുഷ്യരുടെ കിട്ടേണ്ട നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പനം, അതെന്താണ്? മനുഷ്യർക്ക് മാത്രമായിട്ടൊരു നീതിയുണ്ടോ, അതോ ലോകത്തിന് മുഴുവനുമായിട്ടുള്ള ഒരു നീതിയാണോ? എല്ലാം ഉൾപ്പെടുന്ന, പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും ഉൾപ്പെടുന്ന ഈ നീതി എന്ന് പറയുന്ന ആശയത്തിനെ നമ്മളെങ്ങനെയാണ് നിർവചിക്കുക?
നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സംസ്കാരം പുരോഗമിക്കുന്നതോടുകൂടി ഒരു കൺസെപ്റ്റ് വരുന്നു ഓരോ കാലത്തും. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് ദ റോൾ ലോ, അത് ഓരോ കാലത്തും നിലനിൽക്കുന്ന ഒരു നീതി ബോധം അത് കാലം മുന്നോട്ട് പോകുന്തോറും കൂടിക്കൊണ്ടുവരും, മാറിക്കൊണ്ടുവരും. ആ ബോധം ശരിയാണ്, ഇപ്പോൾ റൂൾ ഓഫ് ലോ. പക്ഷേ അതെല്ലാവർക്കും ആ നീതി ലോ അനുസരിച്ചുള്ള നീതി എല്ലാവർക്കും കിട്ടുന്നില്ല. ചില ആളുകൾക്ക് കിട്ടുന്നില്ല, എല്ലാ കാലത്തും. സോ ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ലോ എക്സിസ്റ്റിംഗ് അറ്റ് എ ടൈം and the actual facility available to the people. അതിനെയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്, ആ ഗ്യാപ്പിനെ. അല്ലാതെ പ്രോഗ്രസ് ചെയ്യുന്നില്ല അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നീതി, ഞാൻ പറയുന്ന വായിച്ച എല്ലാ ഇപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെയും ഈ അനീതിയാണ്. എല്ലാ നീതിയുടെ ബോധം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഒരു വാക്കുണ്ട്, അത് മാറിക്കൊണ്ടിരിക്കുന്നില്ല. പക്ഷെ എല്ലാ കാലത്തും ഒരു ഗ്യാപ്പുണ്ട്. നീതി, റൂൾ ഓഫ് ലോ, ആക്ച്വൽ അവൈലബിൾ നീതി, അതിനെ നമ്മൾ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നദി തരണം ചെയ്യാൻ നമ്മൾ അക്കരയും ഇക്കരയും പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ആ കരയും ഈ കരയും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അതിനെയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്. അപ്പം അനീതി എല്ലാ കാലത്തും ഉണ്ട്. ബിറ്റ്വീൻ ദി സിസ്റ്റം, ദ ബോധം, ആ കാലത്തുള്ളതും ആക്ച്വലി കിട്ടുന്ന